നമസ്കാരം, എല്ലാവർക്കും സംഗമം കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുധി, സംഗമം കമ്മ്യൂണിക്കേഷൻ്റെ ഫൗണ്ടർ ആൻഡ് ഡയറക്ടറാണ്. ഇന്ന് ഇന്ത്യൻ അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിലെ വലിയൊരു ചേഞ്ചിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇത്രയും കാലം നമ്മളൊരു പരസ്യം ചെയ്യുന്ന സമയത്തേക്ക് ഒരു അഡ്വർടൈസിങ് കമ്പനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലീഗൽ നോംസ് ഒന്നും വല്ലാത്ത രീതിയിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടില്ല. ഒബ്വിയസ്ലി ഉണ്ട്, റെറയുടെയൊക്കെ ഗൈഡ് ലൈൻസ് നമുക്ക് ഈ പറഞ്ഞ പോലെ റിയൽ എസ്റ്റേറ്റ് വരാറുണ്ട്, മെഡിക്കൽ IMAയുടെ ഗൈഡ് ലൈൻസ് വരാറുണ്ട്. പക്ഷേ ഇത് അത്രത്തോളം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് അപ്ലൈ ആവാറില്ല. ഇപ്പോൾ പ്രിൻ്റ് ആവട്ടെ, TV ആവട്ടെ, റേഡിയോ ആവട്ടെ, ഇതിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓൾറെഡി ഏജൻസീസ് ഉണ്ടായിരുന്നു ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഈവൻ ഡിജിറ്റൽ ഡിസ്പ്ലേ ആഡ്സ് കാണിക്കുന്ന വെബ്സൈറ്റുകളാവാം, അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളാവാം, ഇവിടെയെല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു റെഗുലേഷൻ ഇത്രയും കാലമായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടങ്ങളിലേക്ക് ഇപ്പോൾ ഒരു റെഗുലേഷൻ വരാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ റെഗുലേഷൻ സ്ട്രിക്റ്റായി കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് അറിയുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ലൈക്ക് ഒരു സെൽഫ് ഡിക്ലറേഷൻ അതിനെ ഏറ്റവും കൂടുതൽ ക്ലിയർ ചെയ്യുന്നത് കൊണ്ടാവാം. സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ പോകുന്ന ഓരോ പരസ്യത്തിനും ഇപ്പോൾ മാൻഡേറ്ററി ആയിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ എങ്ങനെ ആർക്കാണ് ഇത് അപ്ലിക്കബിൾ ആവുകയെന്ന് ചോദിച്ചാൽ അഡ്വർടൈസറിനും അതുപോലെ തന്നെ അഡ്വർടൈസിങ് ഏജൻസിക്കും ഈ റൂള് ബാധകമാണ്. ദിസ് ഈസ് ലൈക്ക് എ മാൻഡേറ്ററി റൂൾ ഫോർ ഓൾ. നമുക്ക് TV, റേഡിയോ അഡ്വർടൈസ്മെൻറ്റ്സിന് new.broadcastseva.gov.in എന്നുള്ള വെബ്സൈറ്റും, പ്രിൻ്റ് ഓർ ഇൻ്റർനെറ്റ് അഡ്വർടൈസ്മെൻറ്റ്സിന് presscouncil.nic.in എന്ന് തുടങ്ങിയ 2 വെബ്സൈറ്റ്സ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിന് റിലേറ്റഡ് ആയിട്ട് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് ഈ റൂള് വന്നു എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നതെങ്കിൽ, കൊറോണ സമയത്ത് ഏകദേശം പതഞ്ജലിയുടെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യലുണ്ടായി. അതായത് അവരുടെ കൊറോണിൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊറോണയ്ക്കെതിരെ ക്യൂർ കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണെന്ന് പറഞ്ഞിട്ട്, COVID-19 കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണെന്ന് പറഞ്ഞ് പതഞ്ജലി ലോഞ്ച് ചെയ്യുകയുണ്ടായി. അത് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സർട്ടിഫൈ ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ WHO ഈ കാര്യത്തിനെ ഡിക്ലൈൻ ചെയ്തു. അതായത് ഈ ക്ലെയിം, അതായത് നമ്മളങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് WHO പറയുകയുണ്ടായി, വിച്ച് മെയ്ഡ് എ ഫാൾസ് ഇംപ്രഷൻ ഇൻ ദ കൺസ്യൂമേഴ്സ്. ലൈക്ക് WHO പറഞ്ഞതാണെന്നുള്ളൊരു ട്രസ്റ്റബിലിറ്റി അവിടെ ചോദ്യപ്പെടുകയുണ്ടായി. അങ്ങനെ 2022 പതഞ്ജലി വേറൊരു ആഡ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു, മിസ്കൺസെപ്ഷൻസ് സ്പ്രെഡ് ബൈ അലോപ്പതി, സേവ് യുവർ സെൽഫ് ആൻഡ് കൺട്രി ഫ്രം മിസ്കൺസെപ്ഷൻസ് സ്പ്രെഡ് ത്രൂ ദ ഫാർമ ആൻഡ് മെഡിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട്. ഇതിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ 1000 കോടിയുടെ ഡിഫമേഷൻ നോട്ടീസ് സെക്ഷൻ 499 പ്രകാരം ഫയൽ ചെയ്തു. അത് മെയ് 2022 കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ ഇത് കേസിലേക്ക് വന്ന സമയത്ത് ആദ്യത്തെ ഹിയറിങ്ങുകളിൽ പതഞ്ജലി മിസ് ചെയ്യും. പിന്നീട് വന്ന സമയത്തേക്ക് ഈ ഫാൾസ് അഡ്വർടൈസ്മെൻറ്റ്സിനെ സുപ്രീം കോടതി എടുത്ത് ചോദ്യം ചെയ്തു. അതായത് ഇത്തരത്തിലൊരു ഫയൽ, ലൈക്ക് ഇങ്ങനൊരു അഡ്വർടൈസ്മെൻറ്റ് മിസ്ലീഡിംഗ് ആയി പോകുന്നത് തെറ്റാണെന്നുള്ള രീതിയിൽ തന്നെ പറയുകയും മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിന് ഇതിനെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിനൊരു നോം കൊണ്ടുവരാൻ വേണ്ടി ഗൈഡൻസ് കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 വെബ്സൈറ്റ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ നമ്മളെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജൂൺ 18, 2024 ശേഷം പബ്ലിഷ് ചെയ്യുന്ന എല്ലാ പരസ്യങ്ങളും, അത് ഡിജിറ്റൽ മീഡിയയിലാവാം, വാട്സപ്പിലാവാം, ഫേസ്ബുക്കിലാവാം, ഇൻസ്റ്റാഗ്രാമിലാവാം, ഈ പരസ്യങ്ങളെല്ലാം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ പറഞ്ഞ presscouncil.nic.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിനകത്ത് വിസിറ്റ് ചെയ്ത് നിങ്ങളൊരു കമ്പനിയുടെ ഒരു കൺസെൻറ്റ് ഓതറൈസേഷൻ നമ്മൾ വാങ്ങി ഓൾറെഡി അപ്ലോഡ് ചെയ്ത് ഒരു പോർട്ടൽ നമ്മൾ സെറ്റപ്പ് ചെയ്യണം. അതായത് നമുക്കൊരു സൈനപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ആ സൈനപ്പിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ പോകുന്ന ഓരോ പരസ്യങ്ങളും നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്ത് നമ്മുടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കണം. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ പരസ്യം ലീഗലി അത് കോംപ്ലൈൻ്റ് ആവുള്ളൂ. ഇതൊരു സ്ട്രിക്റ്റ് കോംപ്ലൈൻസ് ആണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് തന്നിട്ടുള്ളത്. അപ്പം നിർബന്ധമായും ഇത് പാലിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ആസ് എൻ ഏജൻസി വി ആർ ഓൾസോ അബൈഡിങ് ദാറ്റ്. ഞങ്ങളത് ഓൾറെഡി ഞങ്ങളുടെ ആഡ്സുകളെല്ലാം ഈ പറഞ്ഞ പോലെ ഈ റൂൾസിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺ ഏജൻസി, അല്ലെങ്കിൽ നിങ്ങൾക്ക് യു ഇൻസെൽഫ് ഹാവ് ടു give this self-certification from June 18 onwards. ഇതിനെക്കുറിച്ച് ഡൗട്ട്സോ ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ ചോദിക്കാവുന്നതാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് സെൽഫ് ഡിക്ലറേഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് തന്നെ അതിൻ്റെ വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സ് ഞാൻ താഴെ എംബഡ് ചെയ്യുന്നുണ്ട്. ആ ലിങ്ക്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഡീറ്റെയിൽ വീഡിയോ കാണാൻ വേണ്ടി പറ്റും.
ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംബന്ധിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് കൊണ്ടുവരാനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. We will be happy to help you.